കാലത്ത് മുൻകാലത്ത് എഴുതി വെച്ചത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് പ്രശ്നമാണ്? തിരുത്തുന്നതിൽ എന്താണ്? ഇതല്ലേ സത്യം? ഇവിടെ ബുഖാരി പറഞ്ഞത് തന്നെ ശരിയാക്കുക എന്നതല്ലല്ലോ, നബിയുടെ ശരിയാണെന്ന് അറിയിച്ചു കൊടുക്കല്ലേ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഴിക്കപ്പെട്ടാലും വേണ്ടില്ല, ബുഖാരി അതേ ശരിയാക്കണം. അതിവിടുത്തെ ന്യായം. ബുഖാരി തെറ്റാന്ന് പറഞ്ഞാൽ പിന്നെ പലതും നമുക്ക് തെറ്റാന്ന് പറയേണ്ടി വരും. അല്ല, ഞാൻ തെറ്റ് ശരിയെന്ന് പറയല്ല, തെറ്റിലേക്ക് ഇനിയും നമുക്ക് ചർച്ച നടത്തിയിട്ട് കണ്ടെത്തിയ ഒരു വസ്തുത കണ്ടെത്തിയാൽ ബുഖാരി നബി അല്ലല്ലോ. ഷാഫി ഇമാം പറഞ്ഞതിൽ ഒന്ന് തെറ്റായിരുന്നു എന്നുള്ള പ്രശ്നം. എന്ത് പ്രശ്നം എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് നമ്മൾ കാസിമിനെ അനുകൂലിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കാസിമി സുന്നത്തി ജമാഅത്തിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ അനുകൂലിക്കൂലേ? അതുകൊണ്ടാണ് അനുകൂലിച്ചത്. പല വിഷയങ്ങളിലും അങ്ങനെ തെറ്റ് പറ്റിയതുകൊണ്ടാണ് സമസ്ത ഒരു വട്ടം മാറ്റി നിർത്തപ്പെട്ട് പിന്നെ മൂപ്പര് മാപ്പ് പറഞ്ഞു, പിന്നെ ഉള്ളിൽ കയറി, പിന്നെയും മൂപ്പര് ആ ഇതിൽ തന്നെ പോയി. അപ്പോൾ സമസ്ത പുറത്ത് നിർത്തിയത് അതുകൊണ്ടാണ്. നല്ലത് പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കും. വഹാബിസത്തെ എതിർക്കുന്ന കാര്യത്തിൽ നമുക്ക് മൂപ്പര് അനുകൂലമാണ്. ഈ കാലഘട്ടത്തിൽ നടത്തുന്ന തെറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അനുകൂലമാണ്. എന്ന് വിചാരിച്ച് കാസിമിനെ അംഗീകരിച്ചു എന്നുള്ളതല്ല, കാസിമി പറയുന്ന വിഷയത്തിനാണ്. ഇന്നിപ്പോൾ പറഞ്ഞത് ഒരിക്കലും ഒരു സുന്നത്തി ജമാഅത്തിൻ്റെ ആളുകൾക്കോ ഒരു ഇസ്ലാമിൻ്റെ ആളുകൾക്കോ അംഗീകരിക്കാൻ പറ്റിയ കാര്യമല്ല. ബുഖാരി മുസ്ലിമിനെയും മലിക് ഇമാമിനെയും മറ്റേ മദ്ഹബും ഹദീസുകളൊക്കെ തള്ളിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? ഖുർആനും ഹദീസും ഖുർആനും ഹദീസും ഇജ്മാവും ഖിയാസുമാണ് നമ്മളെ ഇത് മാനദണ്ഡം. അത് മാറ്റി നിർത്തപ്പെടാൻ പറ്റുമോ? ബുഖാരി ബുഖാരി റളിയല്ലാഹുവിന് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഷാഫി ഇമാമിന് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പിന്നെ മൂപ്പർക്ക് ആരാ സത്യം പറഞ്ഞോ? മൂപ്പർക്ക് എന്താ വഹി ഇറങ്ങുന്നുണ്ടോ? അവർക്കും തെറ്റ് പറ്റാം. റസൂലിന് തെറ്റ് പറ്റിയില്ല എന്ന് പറയാനാണ് അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചാണ്ട് മുന്നോട്ട് പോയത്. അത് മുന്നോട്ട് പോയിക്കാണ്ട് അവർ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തത് അതുകൊണ്ടാണ്. അത് പഠിച്ച് എത്രത്തോളം ഭയങ്കര സൂക്ഷ്മതയോട് കൂടി ബുഖാരി റളിയല്ലാഹുവിൻ്റെ ചരിത്രമൊക്കെ പഠിച്ചിട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതൊക്കെ പോട്ടെ, നമ്മൾ ഈ വഹാബികളെ എതിർക്കണം എന്തുകൊണ്ടാണ്? വഹാബികൾ ബുഖാരിയിലും തെറ്റുണ്ട്, സഹിയായ ഹദീസിലും തെറ്റുണ്ട് എന്ന് പറഞ്ഞ ആളുകളാണ്. ഒരുപാട് ഹദീസുകൾ ക്രോഡീകരിച്ച് അതിൽ ആറ്റിക്കുറിച്ച് എടുത്തതാണ് ഈ പറയപ്പെട്ട ഹദീസ് എന്ന് പറയപ്പെടുന്നത്. അത് ഞാൻ പറഞ്ഞതല്ലേ, മൂപ്പര് സുന്നത്തി ജമാഅത്തിനെ അനുകൂലിച്ച് പറഞ്ഞത് നമ്മൾ അംഗീകരിക്കും. മൂപ്പര് ഏതിനെ കുറിച്ച് പറഞ്ഞാലും അത് എന്തിലാവണോ? സമസ്തൻ്റെ സുന്നത്തി ജമാഅത്തിൻ്റെ ഉള്ളിൽ നിന്നാവണം. അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഇപ്പോൾ തരീക്കത്തേക്ക് പോയിക്കാണെങ്കിലും അത് കള്ള തരീക്കത്താണെങ്കിൽ തെറ്റല്ലേ? അത് വഹാബിയത്തേക്ക് പോയിക്കാണെങ്കിൽ തെറ്റല്ലേ? അനുകൂലിച്ച് പറയുമ്പോഴല്ലേ ഇസ്ലാം എന്ന സുന്നത്തി ജമാഅത്ത് അള്ളാഹുവും റസൂലും സഹാബത്തും കാണിച്ചു തന്ന പാരമ്പര്യത്തിൽ നിന്നാണ് മൂപ്പര് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100% മൂപ്പര് അംഗീകരിക്കും. അതിന് വിരുദ്ധമായി പറഞ്ഞാൽ അങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ അംഗീകരിക്കേണ്ടത് ഇതാണ്, സഹിയായ ഹദീസുകളാണ്. അതിന് വിരുദ്ധമായിട്ടാണ് പറഞ്ഞത്. അതെങ്ങനെ അംഗീകരിക്കുക മൂപ്പരത്? ഈ കാസിമി എന്ത് വാദമാണ് ഈ പറയുന്നത്? ഷാഫി ഇമാമിനും മറ്റേ ഹനഫി ഇമാമിനും മലിക് ഇമാമിനൊക്കെ തെറ്റി പറഞ്ഞാൽ പിന്നെ ശരി ആരാണ് പറയാ? അതും കൂടിയും പറയണ്ടെന്നാൽ ഓക്കെ, മൂപ്പര വാദം അനുസരിച്ച് തെറ്റിന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. പിന്നെ പറയുന്ന ആൾക്ക് ശരിയാണെന്ന് എങ്ങനെ വിശ്വസിക്കുക? അങ്ങനെ പോയിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ ഇസ്ലാമിന് അടിസ്ഥാനം ഉണ്ടാവുക? റസൂൽ അങ്ങനെ പറഞ്ഞോന്നുണ്ടെങ്കിൽ പിന്നെ റസൂൽ വന്നുകൊണ്ട് പറയണ്ടേ ഞാൻ അങ്ങനെ പറഞ്ഞോ ഇല്ല എന്നുള്ളത്? അല്ലാതെ എങ്ങനെ മനസ്സിലാവല്? എന്ത് വാദമാണ് ഈ ഉന്നയിക്കുന്നത്? 4 മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച ദീനിനെ മാറ്റി ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹദീസുകൾ അംഗീകരിക്കണം എന്ന് പഠിപ്പിച്ച് നമ്മൾ മനസ്സിലാക്കി തന്ന ഇതേ കാലം വരെ ജീവിച്ച നമ്മളോട് ഷാഫി ഇമാമിനും തെറ്റും മാലിക് ഇമാമിനും തെറ്റും ഹനഫി ഇമാമിനും തെറ്റും എന്ന് പറയില്ല. എന്നാൽ പിന്നെ ഇപ്പോൾ പറയുന്ന ആൾക്ക് ശരി എങ്ങനെ ആവല്? അതിന് എവിടുന്നാണ് ആ എവിഡൻസ് കിട്ടണത്? ആ സത്യം എവിടുന്നാണ് കിട്ടണത്? പിന്നെ മൂപ്പർക്ക് എന്താ വഹിയേറ്റ് ഇറങ്ങണ്ടോ? അത് ശരിയല്ല ഇത് ശരിയാണെന്ന് പറയാൻ ആവില്ലല്ലോ. ഇത്ര കാലത്ത് പണ്ഡിതന്മാർ പഠിച്ച് മനസ്സിലാക്കി താപ്യങ്ങൾ കൊണ്ടുവന്ന പാരമ്പര്യത്തിൽ നിന്ന് പിന്നെ മാറ്റി പറയില്ല. ഇതൊക്കെ മൂപ്പര് പറയുന്നത്. ജീവിതത്തിൻ്റെ ആയുസിൻ്റെ ഫുള്ളും ദീനിനും വേണ്ടി ചിലവാക്കിയിട്ട് ഓരോ ഹദീസും മനസ്സിലാക്കി പഠിച്ച് ആറ്റിക്കുറിച്ച് അത് നിലനിർത്തിയ ഷാഫി ഇമാമിനും മലിക് ഇമാമിനൊക്കെ തെറ്റെന്ന് പറയുമ്പോൾ ഇല്ലെങ്കിൽ മൂപ്പർക്കൊക്കെ വഹി ഇറങ്ങിയിരിക്കും. ഇത് അങ്ങനെയല്ല, ഇങ്ങനെ ഇനിന്നല്ലോ. മൂപ്പര് ഓരോ കണ്ടെത്തലുകളാണ് മൂപ്പര് ഓരോ ദീനായി മാറുന്നത്. ഓർത്ത് വണ്ടി കയറി വരും മൂപ്പര് പറഞ്ഞ് തല തിരിഞ്ഞ മൂപ്പർക്ക്. ഇപ്പം അങ്ങനെ ആലോചിച്ചിങ്ങോട്ട് പോരുകയാണെങ്കിൽ എഴുതി വെച്ചവർക്ക് തെറ്റണം, പിന്നെ ആ കോടീകരിച്ച ആളുകൾക്ക് തെറ്റണം. അങ്ങനെ ഓരോന്നും തെറ്റി പോരണം. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഖുർആനിന് എന്ത് അടിസ്ഥാനമുള്ളത്? ഹദീസിന് എന്ത് അടിസ്ഥാനമുള്ളത്? അതിനൊന്നും അടിസ്ഥാനം വരുന്നില്ലല്ലോ. അപ്പോൾ മൂപ്പര വാദം അനുസരിച്ച് അടിസ്ഥാനം. പിന്നെ മൂപ്പർക്ക് വഹി ഇറങ്ങണം. മൂപ്പര നബി ആകും. ഇപ്പോൾ
പോയി എന്തൊക്കെ മൂപ്പര് പറയണതിൽ ഇത് വേണ്ട, ആളുകളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തലാണ്. എന്തേലൊക്കെയാണ് വിളിച്ചറിയില്ല അറിയണ എന്തെങ്കിലും പത്രമുണ്ട് വിചാരിച്ചുകൊണ്ട് ഇസ്ലാം അങ്ങനെ മാറില്ലേ. അത് ആ 4 തൂണിലാൽ ഉറക്കപ്പെട്ടതല്ല. അത് 4 മതത്തിന്റെ തൂണിലാൽ അത് ശരി. നിങ്ങൾ എല്ലാത്തിനും സംശയം ജനിപ്പിച്ചാൽ പിന്നെ ആളുകൾ എങ്ങനെ ഇബാദത്ത് ചെയ്യുക? അത് ചിലപ്പോൾ എല്ലാവരും ഷാഫി മതം ഇപ്പം എല്ലാത്തിനും കാലഘട്ടം അങ്ങനെയാണ്. ഷാഫി മതമായ തെറ്റി തയ്ക്കാരെന്ന് പറയുന്നത് ഇതൊക്കെ മൂപ്പര് പറയുന്നത്. ഈ ചേകന്നൂര് പേച്ച് പോയത് ഖുറാനിൽ മാത്രം വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. വഹാബികൾ പേച്ച് പോയത് സഹിയായ ഹദീസിൽ വരെ കള്ളത്തരം കടത്തിക്കൂട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പാരമ്പര്യ ദീനിൽ നിന്ന് തെറ്റിയാണ്ട് സമസ്തയിൽ നിന്ന് മാറി ചിന്തിച്ചാണ്ട് തരീക്കത്തിന്റെ വഴിയിൽ പോകുമ്പോൾ ഇങ്ങനത്തെ പല വാദങ്ങളും പുത്തൻവാദങ്ങളായിട്ട് വരും. കുറേ ആയി മൂപ്പര് അതും ഇതും ഇടക്കിടക്ക് പറയും. സുന്നത്ത് ജമാഅത്ത് പറയുമ്പോൾ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. അത് ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കും. ഇപ്പൊ പോയി മൂപ്പര് ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. അത് എന്ത് ന്യായീകരണം കൊണ്ടാണ് മൂപ്പര് മടക്കുക? റസൂലുള്ളാഹിക്ക് തെറ്റൂല, ഓക്കെ, റസൂലുള്ളാഹിക്ക് തെറ്റൂല എന്നുള്ള ആ റസൂലുള്ളാഹിക്ക് തെറ്റിയില്ല എന്ന് പറഞ്ഞു തരാൻ ഒരാൾ വേണ്ടേ? അള്ളാഹിന്റെ റസൂലിന്റെ കലാമാണ് ഖുർആനെന്ന് ആരാ പറഞ്ഞത്? റസൂലാണ് നമ്മളോട് പറഞ്ഞത്. അത് നമ്മൾ അതിനെ വിശ്വസിക്കുകയാണ്, അല്ല നമ്മൾ കണ്ടിട്ടൊന്നുമില്ലല്ലോ. എന്ന മാതിരി തന്നെയാണ് ഈ സ്വഹിയായ ഹദീസ് ക്രോഡീകരിച്ച ആളുകൾ, അവരെ തള്ളാൻ പറ്റൂല. പിന്നെ മൂപ്പര കണ്ടെത്തലുകളാണ് ഒക്കെ, മൂപ്പര് കണ്ടെത്തണമൊക്കെ മൂപ്പര് ഇസ്ലാമായിട്ടാണ് പറയാണ്. അങ്ങനല്ല, വല്ലതിനും നമ്മൾ പാരമ്പര്യ ദീനിന്റെ ആളുകളല്ലേ. ഇത്ര കാലം നമ്മൾ റസൂലുള്ളാഹിന്റെ എന്ന ഹദീസുകൾ കേട്ട് ഖുർആൻ കഴിഞ്ഞാൽ സഹിയായ ഹദീസാണെന്ന് പറഞ്ഞ് അത് അംഗീകരിച്ച് പോണ ആളുകളാണ്. അവർക്ക് തെറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാ ശരി? റസൂലുള്ള ശരിയാണ് എന്ന്, അള്ളാഹു ഉണ്ട് എന്ന് പറയണമെങ്കിൽ റസൂലുള്ളാഹിനെ നമ്മളോട് പറഞ്ഞത്. വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന റസൂലാണ് നമ്മോട് പറഞ്ഞത് അള്ളാഹു ഉണ്ട്, അള്ളാഹു ഏകനാണ്, ഖുർആൻ അള്ളാഹിന്റെ കലാമാണെന്ന് നമുക്ക് പറഞ്ഞു തന്നത്. അത് നമ്മൾ അംഗീകരിക്കാം. പിന്നെ റസൂലിന്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന സഹാബത്തും താബികളും ഈ കണ്ട ഹദീസ് ക്രോഡീകരിച്ച ആളുകളും ഇല്ലേ. പിന്നെ അവർക്ക് തെറ്റിയെന്ന് വഹാബികൾ പറഞ്ഞ മാതിരി പറഞ്ഞാൽ പിന്നെ ഇതായി പോവില്ല. എന്താ പറയുക, തരീക്കത്ത് തലി കയറിയതാണെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ കുരുത്തക്കെട്ട് പറ്റിയതാണ്, അല്ല അപ്പം അങ്ങനെ സംസാരിക്കൂല. ഏതായാലും നമ്മളെ കൂട്ടത്തിലുള്ള കുറേ ആളുകൾ മൂപ്പരെ അതിൽ പെട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണത്. ഞാനെന്നെ എത്ര ഗ്രൂപ്പിൽ മൂപ്പർക്കും വേണ്ടി ന്യായീകരിക്കലുണ്ട്. പറയുന്നത് സുന്നത്ത് ജമാഅത്താകുമ്പോൾ നമ്മൾ അംഗീകരിക്കും, അത് ശരി. ഇസ്ലാമിന് വിരുദ്ധമായിട്ട് ഖുർആനെ തള്ളുക, ഹദീസിനെ തള്ളുക ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അത് അംഗീകരിക്കാൻ പറ്റൂല. മനസ്സിലായോ? അത് ശരി. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം, മൈക്കും സ്പീക്കറും ഉണ്ട് വിചാരിച്ചാണ്ട് എന്തെങ്കിലും വിളിച്ചില്ല. നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞാണ്ട് ഓല് പറയുമ്പോൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. അപ്പോൾ വഹാബിയത്ത് പറയുമ്പോൾ നമ്മൾ പറയും. ഏതായാലും മൂപ്പര് പോയി മൂപ്പർക്ക് വഹി ഇറങ്ങുന്നുണ്ടെന്ന്, മൂപ്പര് നബിയാണെന്നിട്ട് പറയുന്ന പേടി തരീക്കത്താണ് തോന്നുന്നുണ്ട് മൂപ്പര് വഹി. ഏതായാലും ശ്രദ്ധിക്കുക. ആര് സുന്നത്ത് ജമാഅത്ത് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കണം. സുന്നത്ത് ജമാഅത്തിന് എതിരായി പറഞ്ഞാൽ അതിപ്പോൾ തങ്ങന്മാരായാലും മൂല്യന്മാരായാലും മറ്റുള്ള ആളുകളായാലും നമുക്ക് ഒരു പാരമ്പര്യ ദീനുണ്ട്. അതിന് തെറ്റിക്കാണ്ട് ആര് നമ്മൾ ക്ഷണിച്ചാലും ശക്തമായി നമ്മൾ എതിർക്കണം. അപ്പോൾ മുമ്പ് ഖാസിമിനെ അംഗീകരിച്ചെന്ന് നിന്നോട് ചോദിച്ചാൽ, മൂപ്പരന്ന് സുന്നത്ത് ജമാഅത്താണ് പറഞ്ഞത്, അന്ന് അംഗീകരിച്ചിട്ടുണ്ട്, സമസ്ത അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ തെറ്റാണെന്ന് പറയുമ്പോൾ സമസ്ത തള്ളി, അപ്പം നമ്മളും തള്ളി. എന്നാലും മൂപ്പര് പുറത്ത് നിന്ന് സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ് നമ്മൾ അംഗീകരിക്കലുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഇതേമായിട്ട് വാദങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ എതിർക്കണില്ല. അപ്പം അതാണ് ആ വഴിയിൽ നിന്ന് തെറ്റാതിരിക്കലാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതിൽ നിന്നിപ്പോൾ ഹക്കീം ഫൈസി തെറ്റിപ്പോയാലും അത് തെറ്റാണെന്ന് പറയണം. അതേമാതിരി പണക്കാട്ട് തങ്ങളും മുജാഹിദിൻ്റെ ആദർശ പരിപാടിക്ക് പോയാലും അത് തെറ്റാണെന്ന് പറയണം. ഇതേമാതിരി ഖാസിമിക്ക് പേച്ച് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയണം. ഒന്നിക്കും ഒരു മൂപ്പര് തിരുത്തും. ഇനി അത് വിശദീകരണം മൂപ്പർക്ക് തരാനൊന്നുമില്ല. ബുഖാരി സഹിയായ ഹദീസുകൾ തെറ്റാം എന്ന് പറഞ്ഞാൽ അത് എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒപ്പം കൂടുന്നവരൊക്കെ ശ്രദ്ധിച്ച് കൂടെ, പേച്ച് പോവാതിരിക്കട്ടെ. അള്ളാഹ് കാക്കട്ടെ.